ഹലോ ഗൈസ്, ഇന്നിപ്പോൾ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. ഇന്ന് നല്ല മഴ പിടിച്ചൊരു ദിവസമായിരുന്നു. ഞാൻ കുറച്ച് ചായ വെച്ചിട്ട് പുറത്ത് പോയി. മഴ ഇങ്ങനെ പുറത്ത് പോയി ഇങ്ങനെ ഫീൽ ചെയ്യാൻ നല്ല രസമുള്ള പുറത്തൊക്കെ പോയി കുറേ നേരം അവിടെ നിന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കിച്ചണിൽ കയറിയിട്ട് ഇന്നിപ്പോൾ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടന് ഗ്രീൻ പീസ് മതി എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ തലേ ദിവസം തന്നെ അത് വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു കേട്ടോ. ആദ്യം ഞാൻ ഗ്രീൻ പീസ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി ഉരുളൻകിഴങ്ങും സവാളയും എടുത്ത് അരിഞ്ഞിട്ട് നന്നാക്കി അത് കഴുകി ജസ്റ്റ് അതൊന്ന് അരിഞ്ഞ് കുക്കറിലേക്ക് ഇടുവാണ്. ഗ്രീൻ പീസും ഇട്ട് പൊടികളും ഇട്ട് ഒന്നിച്ചാണ് ഞാനത് വേവിക്കാൻ വയ്ക്കുന്നത്. ഇന്ന് നല്ല മഴയായതുകൊണ്ട് കാലത്ത് എണീറ്റപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. നല്ല മടി പിടിച്ച ദിവസമായിരുന്നു. ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ എണീറ്റതാണ്. പക്ഷേ മൊബൈലിൽ നോക്കി അവിടെ കിടന്നു. ഒരു 7-10 ആയപ്പോഴേക്കും പിന്നെ ധൃതി പിടിച്ചാണ് ഓടിപ്പിടച്ച് അടുക്കളയിലേക്ക് വന്നത്. നല്ല മടിയിലാണ് എണീറ്റത്. ജോലിക്ക് പോകണമെന്ന് പോലും ഞാൻ ചിന്തിച്ചു. ചേട്ടനോട് പറഞ്ഞു എനിക്ക് ലീവ് എടുക്കണമെന്ന്. പിന്നെ ഞാൻ ആലോചിച്ചു വേണ്ട, മടി പിടിക്കുമല്ലോ എന്ന് വിചാരിച്ച് നേരെ അടുക്കളയിൽ വന്ന് കുക്ക് ചെയ്യാൻ തുടങ്ങിയതാണ്. ഇതൊക്കെ എറിഞ്ഞ് ഗ്രീൻ പീസ് ഇട്ടപ്പോഴേക്കും ചായ ഇതേ തിളച്ചു. അപ്പോൾ പിന്നെ കുറച്ച് വെള്ളം ഞാനതെടുത്ത് മാറ്റി, വേറൊന്നിനല്ല ചപ്പാത്തി കുഴയ്ക്കാനായിരുന്നു. ചെറിയ ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടും. അതുകൊണ്ട് ആ തിളച്ച ചായയിൽ തന്നെ കുറച്ച് വെള്ളമൊക്കെ ഞാൻ മാറ്റി വെച്ചു. പിന്നെ നമ്മുടെ പൊടികളൊക്കെ ഗ്രീൻ പീസിലേക്ക് ഇട്ടു. വേറെ ഒന്നും ഇട്ടില്ല. ഞാൻ ജസ്റ്റ് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഉപ്പും ഇട്ട് കൂട്ടി തിരുമും. നന്നായിട്ട് തിരുമിയതിന് ശേഷം മാത്രമാണ് ഞാൻ വെള്ളം ഒഴിച്ച് അടുപ്പത്തേക്ക് വെക്കുന്നത് കേട്ടോ. അതിനൊരു പ്രത്യേക സ്വാദുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ എനിക്ക് മിക്ക കറിയിലും തോന്നാറുണ്ട് ആ കൈ കൊണ്ട് തിരുമുന്നതിലാണ് ആ ഒരു ടേസ്റ്റ് ഇരിക്കുന്നതെന്ന്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് ചപ്പാത്തി ചുടാമെന്ന് ചോദിച്ചു. ഞാൻ ഇച്ചിരി വെള്ളത്തിൽ നെയ്യ് ചേർത്താണ് കേട്ടോ ഇതിലേക്ക് ഒഴിക്കുന്നത്. അതും എനിക്ക് ചിറ്റയാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ നെയ്യ് ചേർത്ത് ചപ്പാത്തി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടുമെന്നുള്ളത്. പിന്നെ ഞാൻ വെളിച്ചെണ്ണയും അത്യാവശ്യം ഒരു ഒന്ന് മയം വരാൻ വേണ്ടി കുറച്ചൊന്ന് അതിലേക്ക് ഇട്ട് കുഴച്ചു. പിന്നെ ഞാൻ ചപ്പാത്തി പരത്തി വെച്ചു. ഞാൻ പരത്തി വെച്ചിട്ട് ലാസ്റ്റാണ് ചുട്ടേട്ടോ. അപ്പോഴേക്കും തന്നെ സമയം ഒത്തിരി പോയായിരുന്നു. പിന്നെ കൊച്ചിനെ എണീപ്പിച്ചു. കൊച്ചിനെ ഒന്നും ഇതിൽ കാണിച്ചില്ല കേട്ടോ. ആൾ ഭയങ്കര അലമ്പായിരുന്നു കാലത്ത്. എണീപ്പിച്ചതിൻ്റെ സ്കൂളിൽ പോകണ്ടെന്നുള്ളൊരു മൈൻഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് അലമ്പായതുകൊണ്ട് അവളെ ഞാൻ കാണിക്കാൻ. പിന്നെ ചപ്പാത്തി ചുടാൻ വെച്ചു. അതിൻ്റെ കൂടെ തന്നെ കറിയും ഞാൻ വെച്ചു. ഇപ്പോൾ പൊടികളൊക്കെ വെച്ച് അത് വേവിച്ചുകൊണ്ട് തന്നെ എനിക്ക് വെറുതെ താളിച്ചാൽ മതി. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് താളിച്ച് അതിലേക്ക് ഈ കറി കുക്കറിൽ നിന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ പണി തീർന്നു, കറിയുടെ പണി തീർന്നു. പിന്നെ അതൊന്ന് വറ്റി കിട്ടിയാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് ചോറ് ഞാൻ ഗ്യാസിൽ വെച്ചായിരുന്നു. ചോറ് ഞാൻ തലേ ദിവസം അത് ഒരു നാഴിയിട്ട് ഒറ്റ തിളപ്പിച്ചിട്ട് ഞാനത് റൈസ് കുക്കറിലേക്ക് എടുത്ത് വയ്ക്കും. പിറ്റേ ദിവസം കാലത്ത് അത് വെറുതെ ഒന്ന് തിളപ്പിച്ച് വറുത്താൽ മതി. അപ്പോൾ അത്രയും ഗ്യാസും നമുക്ക് ലാഭമാണ്, ടൈമും ലാഭമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അതോടുകൂടി തന്നെ അപ്പോൾ തന്നെ ചേട്ടനും വന്നു കേട്ടോ. ചേട്ടൻ എണീറ്റ് വന്നു. ചേട്ടനും ചായ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ചായ തിളപ്പിക്കൽ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ അത് മധുരം കൂട്ടി തന്നെങ്കിൽ അത് ചേട്ടൻ തന്നെ വരണം. അതെന്താണെന്നറിയില്ല. ചേട്ടൻ വന്നാൽ അതിൽ പഞ്ചസാര ഇട്ട് മധുരം കൂട്ടി തന്നാൽ എനിക്കത് സംതൃപ്തി കിട്ടുള്ളൂ. അപ്പോൾ ചേട്ടൻ അത് കാലത്ത് വരും, ചായയിൽ മധുരം ഇടും, എനിക്കൊരു ഗ്ലാസ് വരും, ചേട്ടനും കുടിക്കും. ഇന്നിപ്പോൾ ചായ കുടിക്കാനുള്ള ടൈമില്ലാഞ്ഞുകൊണ്ട് ഞാനത് കുടിക്കാൻ നിന്നില്ല കേട്ടോ. പിന്നെ ഓഫീസിൽ ചോറ് കൊണ്ടുപോകാനുള്ളതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്നാണ് കൊണ്ടുപോകണേ. അവിടെ ചോറൊക്കെ ഉണ്ട്. എന്നാൽ പോലും എന്നാലും എനിക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് ഒത്തിരി ഇഷ്ടം. വീട്ടിലത്തെ ഫുഡാണ് ഇഷ്ടം. എന്നെ പിന്നെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കിയത് ചോറിന് കൊണ്ടുപോകാൻ. അപ്പോൾ പുളി ഇട്ട സമയത്ത് അവൾ ഓടി വന്നു. അവൾക്കും പുളി കൊടുക്കാൻ പറഞ്ഞു. പിന്നെ അവൾക്ക് പുളി കൊടുത്തു. ചമ്മന്തി പെട്ടെന്ന് അരച്ചു. പിന്നെ ഓടി പോയി കുളിച്ചു, ബാഗ് പാക്ക് ചെയ്തു, റെഡിയായി. വേഗം ഇറങ്ങിയിട്ട് ടൈം നല്ല ലേറ്റ് ആയിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം ലേറ്റ് ആയതുകൊണ്ട് ചേട്ടനാണ് എന്നെ കൊണ്ടുവന്നാക്കിയത്. ഞങ്ങളിത് ഷോർട്ട് കട്ടാണ് പോകുന്നത്. ആലുവയ്ക്ക് പോകാനുള്ള ഷോർട്ട് കട്ടാണ്. ഈ ഒരു വഴി പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ നെൽപ്പാടവും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതിപ്പോൾ ചെന്ന് കയറുന്നത് അടുവാശ്ശേരിയിൽ നിന്ന് UC കോളേജാണ്. UCയിലാണ് ഞാൻ പഠിച്ചത്. എനിക്ക് ഒത്തിരി മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഇയറും കാര്യങ്ങളും തന്നത് UC ആണ്. പിന്നെ ഞാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ മെട്രോനാണ് വേഗം പോയത്. വേഗം മെട്രോ സ്റ്റേഷനിൽ കയറി മെട്രോ വഴി എടപ്പള്ളിയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നേരെ ഓഫീസിലേക്ക് എത്തി. ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും ചായ കുടിച്ചു. പിന്നെ ഇന്ന് ബാംഗ്ലൂർ ഇനോഗ്രേഷൻ ആയതുകൊണ്ട് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ട് ഞങ്ങൾ മൊബൈലിൽ കണ്ടു കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും
ഓഫീസ് വിട്ടു. ബസ്സിൽ നല്ല തിരക്കായതുകൊണ്ട് നിൽക്കുമായിരുന്നു. ഞങ്ങൾ വേഗം ഞങ്ങളുടെ വീട്ടിലേക്കാണ് പോയത്. അവിടെ കൊച്ചുണ്ടായിരുന്നു. കൊച്ചിനെ എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ. ഇത് തറവാടാണ്. അന്ന് തൃക്കാർത്തിക ആയതുകൊണ്ട് അമ്മ അവിടെ ഫുൾ വിളക്കൊക്കെ കത്തിച്ചായിരുന്നു. നല്ല രസം.